സ്റ്റാർനെറ്റിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് ഈ ഓണനാളിൽ നമ്മളുടെ കൂടെയുള്ളത് പ്രതിഭാധനായ ഒരു സംവിധായകനാണ്. ചുരുങ്ങിയ ചിത്രങ്ങൾക്കുള്ളിൽ തൻ്റെ കഴിവ് തെളിയിച്ച ശ്രീ ബ്ലസ്സിയാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്കാരം സർ. അപ്പോൾ ഓണാശംസകൾ. സർ, ഒരുപക്ഷെ പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഓരോ പ്രേക്ഷകരും സാറിനെ കണ്ടാൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, അതായത് ചുരുക്കം ചിത്രങ്ങൾ പക്ഷേ എല്ലാം അവിസ്മരണീയമാണ്. എങ്ങനെയാണ് ഈ ഒരു കൺസിസ്റ്റൻസി കാത്തു സൂക്ഷിക്കുന്നത്? എനിക്ക് അറിയാം, പ്രേക്ഷകർക്ക് എൻ്റെ അടുത്തൊരു വലിയൊരു വിശ്വാസമുണ്ട്. എൻ്റെ ആദ്യ സിനിമ മുതൽ തീർത്തും തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു സ്ഥിരമായ ഒരു കുടുംബ പ്രേക്ഷകർ എന്നോടൊപ്പം ഉണ്ടെന്നുള്ളൊരു വലിയൊരു ധാരണ ഓരോ സിനിമ ചെയ്യുമ്പോഴും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെനിക്ക് തന്നിട്ടുള്ള ഒരു വലിയൊരു വിശ്വാസമുണ്ട്. എൻ്റെ സിനിമയ്ക്ക് പോയാൽ ഒരിക്കലും അങ്ങനെ ആവില്ല എന്നുള്ളൊരു തരത്തിലുള്ള വിശ്വാസം. അപ്പോൾ എനിക്ക് എൻ്റേതെന്നുള്ള രീതിയിൽ എഴുതാൻ കഴിയുന്ന അല്ലെങ്കിൽ പറയാൻ കഴിയുന്നതല്ലാത്തൊരു വിഷയം ഞാൻ സിനിമയാക്കാൻ ശ്രമിക്കാറില്ല. എങ്ങനെയെങ്കിലും ഒരു സിനിമ എന്നുള്ള രീതിയിൽ സിനിമയെ കാണുന്ന ഒരാളല്ല. അതൊരു ഉത്തരവാദിത്വം കൂട്ടുകയല്ലേ ചെയ്യുന്നത് സാർ? തീർച്ചയായിട്ടും. ഞാൻ ഈ സിനിമ പ്രണയം എഴുതുന്നതിന് മുമ്പ് മറ്റൊരു സബ്ജക്റ്റ് എഴുതി തുടങ്ങിയാണ്. 3-4 സീൻ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ പേരിൽ ഇറങ്ങേണ്ട ഒരു സിനിമയല്ല, അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർ സ്വീകരിക്കപ്പെടുന്ന ഒരു സിനിമയല്ല എന്ന് തോന്നിയതുകൊണ്ട് ആ പ്രോജക്റ്റ് മാറ്റിവെക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കുടുംബ ബന്ധങ്ങളുടെ കൂടുതൽ ആഴത്തിലുള്ള സിനിമകൾ, പ്രണയം പോലുള്ള സിനിമകൾ പറയാനായിട്ടാണ് ശ്രമിക്കാറുള്ളത്. ഇപ്പം പ്രണയം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം. ഓണത്തിന് എനിക്ക് എൻ്റെ ഒരു ഓണസമ്മാനമാണ് പ്രേക്ഷകർക്കുള്ള പ്രണയം. എന്താണ് ബ്ലസ്സിയിൽ, അതായത് ഉദാഹരണത്തിന് മോഹൻലാൽ, അനുപം ഖേർ, ജയപ്രദ, 3 ഇന്ത്യയിലെ ഒന്നാംകിട അഭിനേതാക്കൾ, ഇവർ വെച്ച് എങ്ങനെയാണ് താങ്കൾ അങ്ങനെ ഒരു പ്രണയം രൂപപ്പെടുത്തിയത്? മലയാള സിനിമയ്ക്കും എനിക്കുമൊക്കെ കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമാണ് ഇത്രയും വ്യത്യസ്തമായ ഒരു സ്റ്റാർ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി ആൾക്കാർ പറയുന്നതും അതുതന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്രതിഭകളായ ആൾക്കാർ, വളരെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ്. പ്രത്യേകിച്ച് ജയപ്രദയുടെ ഒരു സ്ത്രീ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നമുക്ക് ഒരു ഇത്രയധികം സങ്കീർണമായ, ഇത്രയധികം നാടകീയമായ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളിലും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സ്ത്രീ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രം എനിക്ക് തോന്നി അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. അതിന് കാരണങ്ങൾ പലതാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഒരു പണ്ട് ശാരദയും അല്ലെങ്കിൽ മഞ്ജു വാര്യരും ഒക്കെ ചെയ്ത പോലെയുള്ള വേഷങ്ങൾ, അതിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു വളരെ മച്ചുവേർഡായിട്ടുള്ള ജീവിതത്തിൽ ഒരു 10-50 വയസ്സിന് മുകളിലേക്കുള്ള ഒരു സ്ത്രീയുടെ കഥാപാത്രം. അപ്പോൾ അത് നമ്മൾ കാണാത്ത ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകർക്കുള്ളിൽ എപ്പോഴും ഒരു സ്ത്രീക്കുള്ളിലാണ് അമ്മയും ഭാര്യയും കാമുകിയും ഒക്കെ ഉള്ളത്. അപ്പം വിവിധ തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ യാത്ര ചെയ്തു. അപ്പം ഈ അനുഭവങ്ങളെല്ലാം ഒരു സ്ത്രീയിൽ തന്നെ അവരുടെ യൗവന കാലഘട്ടം, പിന്നീട് അവരുടെ വിവാഹകാലം, മക്കളോടൊത്തുള്ള ജീവിതം, ഇങ്ങനെ പല പല ഘട്ടങ്ങളിലായിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ പല സ്റ്റേജസിലൂടെ കടന്നു പോകും. കഥ എഴുതിയപ്പോഴും ജയപ്രദയായിരുന്നു മനസ്സിൽ. കഥ എഴുതുമ്പോൾ ഞാൻ അങ്ങനെ സാധാരണ ഒരു ആർട്ടിസ്റ്റിലേക്ക് ഇങ്ങനെ മനസ്സിനെ കൊണ്ടുപോകാറില്ല. പക്ഷേ കഥ പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ വളരെ സങ്കീർണമായ ഒരു കഥാപാത്രം അത് കൃത്യമായി എത്തിക്കുവാനായിട്ട് ഏറ്റവും സുന്ദരിയായ, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ സത്യജിത്ത് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീയാണ് ജയപ്രദ. അപ്പം തീർച്ചയായിട്ടും പ്രണയം തോന്നുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു അട്രാക്ഷൻ ഉണ്ടാകണം. അപ്പം സൗന്ദര്യം മാത്രമാവണമെന്നില്ല, സൗന്ദര്യം കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയാകും, പ്രത്യേകിച്ച് സിനിമയിലാണ്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. മലയാളിയുടെ അഹങ്കാരമാണ് മോഹൻലാൽ. ഒരുപക്ഷെ എനിക്ക് പ്രണയം കണ്ടപ്പോൾ തോന്നിയത് അദ്ദേഹം വീൽ